Hello guys, welcome to Market Analysis video. ഇന്ന് തിങ്കളാഴ്ച ഈ വീക്കിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷനാണ്. സോ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി ഗ്യാപ്പ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, ഗ്യാപ്പ് ഫില്ലായിട്ട്. പിന്നെ സപ്പോർട്ട് എടുത്തിട്ട് നല്ലൊരു ബൈയിങ് മൂവ്മെൻറ്റ് നടത്തി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായ 23,000 ഒക്കെ ക്രോസ് ചെയ്തിട്ട് മുകളിലോട്ട് പോയിട്ട് ഏകദേശം ഒരു 23,000 ക്രോസ് ചെയ്തിട്ട് ഒരു 100 പോയിന്റോളം മുകളിലോട്ട് നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് അവറിൽ മാർക്കറ്റ് നല്ലൊരു ഷാർപ്പ് സെല്ലിങ് തന്നിട്ടാണ് ക്ലോസ് ആയിട്ടുള്ളത്. സോ നമ്മൾ ഇന്നലെ പറഞ്ഞത് മാർക്കറ്റ് 23,000 ക്രോസ് ചെയ്തിട്ട് ഒരു അപ് ട്രെൻഡിൽ ഉടനെ അത് റിവേഴ്സ് ആവുന്നില്ലെങ്കിൽ ഒരു ട്രേഡ് നമുക്ക് ബൈയിങ് സൈഡേക്ക് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. എനിവേ ചെറിയൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റ് സെല്ലിംഗ് സൈഡേക്കും നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റിയത്. എനിവേ നമുക്ക് അത് കൂടാതെ തന്നെ ഒരു ട്രേഡിംഗ് എങ്ങനെയാണ് നമ്മൾ നോർമലി ട്രേഡിംഗ് ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് നല്ല ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്, അത് കൂടാതെ നമ്മൾ പറഞ്ഞു തന്ന പ്ലാനിങ്ങിൽ കൂടാതെ നമ്മൾ ട്രേഡിങ് ഓരോ ക്യാൻഡിലും ക്രിയേറ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് ട്രേഡിംഗ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താൽ എന്താണ് അർത്ഥം? അതിൻ്റെ മീനിങ് മാർക്കറ്റ് സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലേക്ക് ഓപ്പൺ ആയിട്ടുള്ളത്. സോ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഫസ്റ്റ് മൂവ് ചെയ്യുന്നത് സെല്ലിംഗ് സൈഡേക്കാണ്. സോ സെല്ലിംഗ് സൈഡ് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിങ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഈ സിങ് നമ്മൾ നോക്കേണ്ടത്? നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് മാർക്കറ്റ് നല്ലൊരു സെല്ലിങ് തന്നു. പിന്നെ ഉടനെ ബയേഴ്സ് നല്ലൊരു ഷാർപ്പ് ക്യാൻഡിലാണ് ഇവിടെ ബയേഴ്സ് ക്രിയേറ്റ് ആക്കിയിട്ടുള്ളത്. അത് റിവേഴ്സ് ആക്കി, പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. വീണ്ടും സെല്ലിംഗ് സൈഡേക്ക് മാർക്കറ്റ് പോയി. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, വീണ്ടും ബയേഴ്സ് വന്നു. നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ തന്നെ അവർ റിവേഴ്സ് ആക്കാൻ ട്രൈ ചെയ്തു. വീണ്ടും സെല്ലേഴ്സ് അത് റിവേഴ്സ് ആക്കി, വീണ്ടും ബയേഴ്സ് വന്നു. ഇവിടെ നമുക്ക് കൺഫേം ആക്കാം, അതായത് 3 പ്രാവശ്യം ഈ സെല്ലിംഗ് സിങ്ങിൽ തന്നെ ബയേഴ്സ് നല്ല സ്ട്രെങ്ത്തോടെ റിവേഴ്സ് ആക്കാൻ ട്രൈ ചെയ്യുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം നമുക്ക് ഇവിടെ കാണാം, ഇവിടെ നല്ലൊരു ഷാർപ്പ് സെല്ലിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബൈയിങ് സൈഡേക്ക് മൂവ്മെൻറ്റ് ചെയ്ത് പിന്നെയും നല്ല സെല്ലിങ്ങിലേക്ക് വന്നു. പക്ഷേ ഇവിടുന്ന് മാർക്കറ്റ് ബയേഴ്സ് റിവേഴ്സ് ആക്കിയെങ്കിലും അതിന് താഴത്തേക്ക്, അതായത് ആ ഒരു ബൈയിങ് ക്യാൻഡിലിൻ്റെ താഴത്തേക്ക് വരെ സെല്ലേഴ്സിന് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ നല്ലൊരു ബൈയിങ്ങോടെ അവർ വീണ്ടും അത് റിവേഴ്സ്. സോ ഇവിടെ നമുക്കൊരു ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ സെല്ലേഴ്സ് ലോവർ ലെവലിലേക്ക് പുഷ് ചെയ്യാൻ നോക്കുമ്പോഴും അത് ബയേഴ്സ് നന്നായിട്ട് അത് ഹയർ ലെവലിലേക്ക് പ്രഷർ ചെയ്യുന്നുണ്ട്. അതുപോലെ മാർക്കറ്റ് ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണ്. സോ ഇങ്ങനെ നമ്മൾ ട്രേഡിനെ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല ട്രേഡ് കിട്ടും. അതുപോലെ നമ്മൾക്ക് ഈ ലോവർ ഇവിടെ ഹയറിൽ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ മാർക്കറ്റ് എന്താണ് ക്രിയേറ്റ് ആവുന്നത് നോക്കാം. മാർക്കറ്റ് ഒന്ന് ഇവിടെ വന്ന ഉടനെ ഒരു സ്പൈക്ക് വന്നു, ഒരു ബൈയിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് സ്പൈക്ക് വന്നു. അതിനുശേഷം മാർക്കറ്റ് എന്താണ് ക്രിയേറ്റ് ആവുന്നത്? മാർക്കറ്റ് പിന്നെ ക്രിയേറ്റ് ആവുന്നത് നോക്കിയാൽ നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്താണ് ഡേ ഹൈ. സോ മാർക്കറ്റ് പിന്നെ ഇവിടെ മാർക്കറ്റ് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല മാർക്കറ്റിന്. സോ അവിടെ മാർക്കറ്റ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ ലോവർ ഹൈ ആണ് മാർക്കറ്റ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ അതിനുശേഷം താഴെ വന്നു, പിന്നെയും മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോവാൻ ട്രൈ ചെയ്തു. പക്ഷേ സെല്ലേഴ്സ് വീണ്ടും അത് റിവേഴ്സ് ആക്കി, വീണ്ടും പോയി. അപ്പോൾ ഇവിടെ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇവിടെ നിന്നൊരു സെല്ലിംഗ് സൈഡേക്ക് മാർക്കറ്റ് ഈ ഒരു നെക്ക് ലൈനൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് സൈഡ് ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇങ്ങനെയാണ് മാർക്കറ്റിൽ നമ്മൾ ഒരു ട്രേഡ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനുള്ളത് നമുക്ക് ഇന്ത്യ വിക്സ് ആണ്. ഇന്ത്യ വിക്സ് ഇന്നും നല്ലൊരു കൂടിയിട്ടുണ്ട്, 23 എത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ ഒരു ഷാർപ്പ് സെല്ലിങ്ങും ബൈയിങ്ങും ഒക്കെ ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നമ്മുടെ SL വളരെയധികം ശ്രദ്ധിച്ച് കീപ്പ് ചെയ്യുക. SLൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. പിന്നെ ഇന്ന് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി സ്ട്രെങ്ത് കാണിച്ചിരുന്നു, നിഫ്റ്റി നന്നായിട്ട് വീക്കായിരുന്നു.
സോ ഇന്നത്തെ മാർക്കറ്റിൽ കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ്. ഇനിയിപ്പം കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ഇലക്ഷൻ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. അതുവരെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ട്രേഡ് നോക്കുക. ഇനിയിപ്പം നാളത്തേക്കുള്ള ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പം ഓൾറെഡി നല്ലൊരു സെല്ലിങ് തന്നു. സോ മാർക്കറ്റ് ഓൾ ടൈം ഹൈ എന്നൊരു ഷാർപ്പ് സെല്ലിങ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് ഇത്രയും സ്ട്രെങ്ത്തിൽ നിൽക്കുമ്പോൾ ഒരു ഷാർപ്പ് ഇനിയും നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒരു സെല്ലിംഗ് സൈഡാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ കൺഫർമേഷൻ ആയിട്ട്, അതായത് മാർക്കറ്റിൽ കൺഫേം കിട്ടുകയാണ്, അതായത് ബൈയിങ് സൈഡേക്ക് ഒരു സപ്പോർട്ട് എടുത്ത് ഇത് ഇന്നത്തെ പോലെ നിങ്ങൾക്ക് ഇവിടെ ഇന്നത്തെ ക്യാൻഡിൽ മനസ്സിലായി, ഇവിടെ സെല്ലിംഗ് സൈഡൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റ് സ്ട്രോങ് ബയേഴ്സ് ഇവിടെ റിവേഴ്സ് ആക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾക്കൊരു ഐഡന്റിഫിക്കേഷൻ ചെയ്യേണ്ടത് അങ്ങനെയാണ്. മാർക്കറ്റ് സെല്ലിംഗ് സൈഡ് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ബയേഴ്സും അവിടെ സ്ട്രോങ് ആണെന്ന് നമുക്ക് തോന്നുമ്പോൾ മാത്രം, അങ്ങനെ തോന്നുകയാണെങ്കിൽ അവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് പിന്നെ അത് വീണ്ടും ആ ഒരു ലോ ടെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ബൈയിങ് സൈഡ് നോക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് ഉണ്ടായത് ഒരു ഷാർപ്പ് സെല്ലിംഗ് ആണ്. നാളെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുമോ എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ ടൈമിൽ നോർമലി ആണെങ്കിൽ നമുക്ക് പറയാം മാർക്കറ്റ് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഷാർപ്പ് സെല്ലിങ് ഓൾ ടൈം ഹൈ എന്നൊക്കെ പ്രോബബിലിറ്റി കുറവാണ്. പക്ഷേ ഈ സമയത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ മാർക്കറ്റ് വളറ്റൈൽ ആവാനുള്ള പോസിബിലിറ്റീസോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വളരെ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം ഒരു ട്രേഡ് എടുക്കുക. അത് മാത്രമാണ് നമുക്ക് അത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്കറ്റൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കുക. സോ നമുക്ക് നാളത്തെ മാർക്കറ്റിൽ വിശദമായിട്ട് നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമുക്ക് നാളെ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.